സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 6 ആണ്. അതായത് വാട്ട് മേ ബി ട്രാൻസ്ഫേർഡ്. The section 6 says that exceptions like certain incorporeal, incoherent or contingent right which cannot be transferred. ചില ഇൻകൊഹേറ്റ് അല്ലെങ്കിൽ കണ്ടിജൻ്റ് ആയിട്ടുള്ള റൈറ്റ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. സോ എന്തൊക്കെ ടൈപ്പ് ഓഫ് റൈറ്റ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത എന്നാണ് ഈ സെക്ഷൻ 6 പറയുന്നത്. സോ ഫസ്റ്റ് വൺ വി വിൽ സി സെക്ഷൻ 6 ക്ലോസ് എ. Spec succession is. What do you mean by spec succession is? It means an expectation of succeeding to a property. It is not a title. അതായത് ഒരാൾക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, ആ പ്രോപ്പർട്ടിയിലേക്ക് അയാൾ സക്സീഡ് ചെയ്യപ്പെടും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ, മിയർ എക്സ്പെക്റ്റേഷൻ മാത്രമാണ് അയാൾക്കുള്ളത്. അതായത് ഒരു പോസിബിലിറ്റിയാണ്, ഫ്യൂച്ചർ ഡേയിൽ എപ്പോഴെങ്കിലും ആ പ്രോപ്പർട്ടി തൻ്റെ കയ്യിൽ വന്നേക്കാം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ. പക്ഷേ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം നിലവിൽ ആ പറയുന്ന പ്രോപ്പർട്ടിയുടെ ഓണർ ഇദ്ദേഹം അല്ല. സോ ഇൻ ദാറ്റ് കേസ് ഇറ്റ് ബിക്കംസ് നോ എഫക്റ്റ് ഇൻ ലോ ഓർ നള്ളിറ്റി. സോ അങ്ങനെ ഒരു കേസാണെങ്കിൽ അത് ലോയിൽ ഒരു വാലിഡിറ്റി ഉണ്ടാവില്ല, അതൊരു നള്ളിറ്റി ആയിരിക്കും. So the following chances of getting property cannot be transferred: chance of an heir succeeding to an estate, chance of a relation obtaining legacy on the death of a kinsman or the testator. അതായത് ഒരു എസ്റ്റേറ്റിലേക്ക് അയാൾ ഹയറാണ്, അതായത് പാരമ്പര്യ സ്വത്താണ്. പക്ഷേ എന്നും പറഞ്ഞാൽ അയാൾക്കത് വിൽക്കാനായിട്ട് പറ്റില്ല, ഇപ്പം നിലവിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇൻ ലൈൻ അദ്ദേഹം ഒരു ഹയറായിട്ട് വരുമെങ്കിലും ആ എസ്റ്റേറ്റിൻ്റെ നിലവിലുള്ള ഓണർ ഓൾറെഡി ലിവിങ് ആയിരിക്കും, അയാൾ ഡെഡ് ആയിരിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ ഫ്യൂച്ചർ ഡേറ്റിൽ എപ്പോഴെങ്കിലും കയ്യിൽ വന്നേക്കാം എന്നുള്ളൊരു കേസിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. ഇനി വരുന്നത് സെക്ഷൻ 6 ക്ലോസ് ബി, റൈറ്റ് ഓഫ് റീ എൻട്രി. എ മിയർ റൈറ്റ് ഓഫ് റീ എൻട്രി ഫോർ ബ്രീച്ച് ഓഫ് എ കണ്ടീഷൻ സബ്സിക്വൻറ്റ് കനോട്ട് ബി ട്രാൻസ്ഫേർഡ് ടു എനി വൺ എക്സെപ്റ്റ് ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി അഫക്റ്റഡ് ദെയർ ബൈ. അതായത് ഒരു ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി, ഇപ്പോൾ ഒരാൾക്കൊരു ലാൻഡ് ഒരു ലീസിന് കൊടുത്തു എന്ന് വെച്ചോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് പ്രകാരം എന്തെങ്കിലും ഒരു ബ്രീച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് റീ എൻട്രി ആർക്കേ ഉള്ളൂ, ആ ഓണറിന് മാത്രമേ ഉള്ളൂ. ആ മിയർ റൈറ്റ് ഓഫ് റീ എൻട്രി നമുക്ക് ഓണർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. സോ അതൊരു റൈറ്റാണ്, അത് ആ ലാൻഡിനോട് അറ്റാച്ച് ചെയ്യപ്പെട്ട ആ ഓണർക്ക് അവൈലബിൾ ആയിട്ടുള്ള റൈറ്റാണ്. സോ ആ ഒരു റൈറ്റ് ആ ഓണർക്ക് മാത്രമാണ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ കമ്മിങ് ടു സെക്ഷൻ 6 ക്ലോസ് സി, ദാറ്റ് ഈസ് ഈസ്മെൻറ്റ് റൈറ്റ്. എന്താണ് ഈസ്മെൻറ്റ് റൈറ്റ്? നമുക്കറിയാം, ഒരു ലാൻഡിനോട് അറ്റാച്ച് ചെയ്യപ്പെട്ട് കിടക്കുന്ന റൈറ്റാണ് ഈസ്മെൻറ്റ് റൈറ്റ്. അതായത് ചിലപ്പം ഒരു ലാൻഡിലേക്ക് എൻട്രി ചെയ്യാനുള്ള പാത്ത് വേ ഉണ്ടാവില്ല സ്വന്തമായിട്ട്, പകരം നെയ്ബറിൻ്റെ ലാൻഡ് വഴിയായിരിക്കും എൻട്രി ചെയ്യുന്നത്. അതായത് നടപ്പവകാശം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക, അതിൽ ആ ലാൻഡ് അദ്ദേഹത്തിന് സ്വന്തമായിരിക്കത്തില്ല, പക്ഷെ നടക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റൈറ്റിനെയാണ് എന്ത് പറയുന്നത്, ഈസ്മെൻറ്റ് റൈറ്റ് എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന ഈസ്മെൻറ്റ് റൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മാത്രമായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. അതൊരു ലാൻഡിനോട് അറ്റാച്ച് ചെയ്യപ്പെട്ട ഓണർക്ക് കിട്ടിയിരിക്കുന്ന ഒരു റൈറ്റാണ്. അപ്പോൾ ലാൻഡ് മൊത്തത്തിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഈസ്മെൻറ്റ് റൈറ്റ്, അറ്റാച്ച് ചെയ്യപ്പെട്ടുള്ള ഈസ്മെൻറ്റ് റൈറ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതല്ലാതെ ഈ ഈസ്മെൻറ്റ് റൈറ്റ് മാത്രമായിട്ട് ഈ പറയുന്ന കിട്ടിയ റൈറ്റ് ഉള്ള ആൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. Then coming to section 6 clause D, that is restricted interest. If an interest in the property is restricted for the personal enjoyment to the owner, then it cannot be transferred by him. അതായത് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടിയിലുള്ള ഇൻട്രസ്റ്റ് അയാൾക്ക് മാത്രം, ആ ഓണർക്ക് മാത്രമായിട്ടുള്ള ഒരു റൈറ്റാണ്. അത് പേഴ്സണൽ എൻജോയ്മെൻറ്റിന് വേണ്ടി മാത്രം നൽകുന്ന ഒരു റൈറ്റാണ്, അത് ഓണർക്ക് വേണ്ടി മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ട ഒരു റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു റൈറ്റ് മാത്രമായിട്ട് ആ ഓണർക്ക് വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് അധികാരം ഉണ്ടാവില്ല. ദെൻ കമ്മിങ് ടു സെക്ഷൻ 6 ക്ലോസ് ഇ, റൈറ്റ് ടു സ്യൂ. എ റൈറ്റ് ടു സ്യൂ ഫോർ ആൻ അൺസർട്ടൺ എമൗണ്ട് കനോട്ട് ബി ട്രാൻസ്ഫേർഡ്. അതായത് അൺലിക്വിഡേറ്റഡ് ആയിട്ടുള്ള ഡാമേജസിലേക്ക് ഉള്ള ആ ഒരു റൈറ്റ്, ഒരാൾക്കുള്ള റൈറ്റ് വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആയിട്ട് അനുവദിക്കുന്നില്ല. സോ അതിലൊരു കേസ് ലോ വരുന്നുണ്ട്, ഹരിചന്ദ് അമിചന്ദ് വേഴ്സസ് നേംചന്ദ്. ഈ ഒരു കേസ് ബോംബെ ഹൈക്കോർട്ടിൻ്റെ കേസാണ്. സോ നിങ്ങൾക്ക് എഴുതുമ്പം കേസ് ലോസ് ഓർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പോയിൻറ്റ്സ് കിട്ടാനായിട്ട്, മാർക്ക് കിട്ടാനായിട്ട് ചാൻസ് കൂടുതലാണ്. സോ ജസ്റ്റ് ഈ പേര് മറന്നാലും നിങ്ങൾ ഈ ഫാക്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. So in this case, there was a contract to sell goods to the defendant firm. The defendant failed to take delivery. For breach of the contract, instead of filing suit, they transferred the right to recover damages to the plaintiff. It was held that the right to claim damages against the defendant firm could not be transferred under Section 6 Clause E of the Transfer of Property Act. The court held that it was merely a right to sue and it was not a transfer of an actionable claim as defined in Section 3, as it was not a debt or a beneficial interest in the movable property. So, ഇതൊരു actionable claim അല്ല.
ഇതൊരു അൺലിക്വിഡേറ്റഡ് ആയിട്ടുള്ളൊരു ഡാമേജസ് ആണ്. എമൗണ്ട് നേരത്തെ തീരുമാനിക്കപ്പെട്ടതല്ല. സോ അതെന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്ത ഒരാൾക്ക് ആ റൈറ്റ് ടു സ്യൂ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അധികാരമില്ല. Then coming to section 6 clause F, public office, salary of a public officer whether before or after it has become payable cannot be transferred. അത് ഈ പറയുന്ന സാലറി പോലെയുള്ള കാര്യങ്ങൾ ആ പറയുന്ന പർട്ടിക്കുലർ പബ്ലിക് ഓഫീസർക്ക് മാത്രമായിട്ട് കിട്ടുന്ന ഒരു റൈറ്റാണ്, അദ്ദേഹത്തിന് മാത്രമായിട്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ്. അപ്പോൾ അത് ആ ആൾക്ക് മാത്രമാണ് അതിനുള്ള എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. അത് വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. Then coming to section 6 clause G, stipend allowed to military, naval, air force and pensioners of the government and political pensions cannot be transferred. മിലിറ്ററി പേഴ്സൺസ്, നേവൽ പേഴ്സൺസ്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന തുക, ഇതൊന്നും ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു ആൾക്ക് മാത്രമാണ് ഈ ഒരു ബെനിഫിറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. ആ പറയുന്ന സ്റ്റൈപ്പൻഡ് മാസാമാസം ഈ പറയുന്ന ആൾക്ക് മാത്രമാണ് കിട്ടാനായിട്ട് റൈറ്റ് ഉള്ളൂ. സോ അത് വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല, ലീഗലി ഇൻവാലിഡ് ആണ്. ദെൻ കമ്മിങ് ടു സെക്ഷൻ 6 clause H, ഒപ്പോസ് ടു ദ നേച്ചർ ഓഫ് ഇൻട്രസ്റ്റ്. നമുക്കറിയാം എയർ, വാട്ടർ, ലൈറ്റ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇത് പൊതു സ്വത്താണ്, എല്ലാവർക്കും എൻജോയ് ചെയ്യാനുള്ളൊരു റൈറ്റ് ഉണ്ട്. അപ്പോൾ അത് ഒരാൾക്ക് അവകാശം സ്ഥാപിക്കാനായിട്ട് പറ്റില്ല. ഇത്ര വായു ഇതെൻ്റെയാണ്, ഈ ഏരിയയിലുള്ള വായു എൻ്റെയാണ്, അതിൽ പേ ചെയ്യണം എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. സോ അങ്ങനെയുള്ള ഇല്ലീഗലായിട്ടുള്ള ഒബ്ജക്റ്റാണ്, ലോഫുൾ ആയിട്ടുള്ള ഒബ്ജക്റ്റോ കൺസിഡറേഷനോ ഉള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിനകത്ത് നമ്മൾ കണ്ടിരുന്ന സെക്ഷൻ 23 പറയുന്നുണ്ട്. അൺലോഫുൾ ഒബ്ജക്റ്റോ കൺസിഡറേഷനോ ഉള്ള കോൺട്രാക്റ്റ് എന്താണ്, ഇൻവാലിഡ് ആയി പോകും. സോ അങ്ങനെയുള്ള ഒപ്പോസ് ടു ദ നേച്ചർ ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ ഇന്നും വാലിഡ് അല്ല, നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ടും പറ്റില്ല. ഓർ ടു എ പേഴ്സൺ ലീഗലി ഡിസ്ക്വാളിഫൈഡ് ടു ദ ട്രാൻസ്ഫർ, അതായത് ലീഗലി നമുക്ക് അൺസൗണ്ട് മൈൻഡോ അതല്ലാന്നുണ്ടെങ്കിൽ ലുനാറ്റിക് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ലീഗലി ലീഗലി എലിജിബിൾ അല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രോപ്പർട്ടീസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. ഓൾസോ സെക്ഷൻ 136 says no judge, legal practitioner or officer connected with any court of justice shall be a transferee in a transaction of actionable claim. അതായത് ജഡ്ജോ ലീഗൽ പ്രാക്ടീഷണേഴ്സോ ഓഫീസേഴ്സോ കോർട്ട് ഓഫ് ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസേഴ്സോ എന്ത് ചെയ്യാൻ പാടില്ല, ആക്ഷനബിൾ ക്ലെയിം പോലുള്ള ട്രാൻസാക്ഷൻസിൽ ട്രാൻസ്ഫറി ആകാനായിട്ട് പാടുള്ളതല്ല. സോ ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. Then coming to section 6 clause I, a tenant having an untransferable right of occupancy, the farmer of an estate, in respect of which default has been made in paying revenue or lease of an estate under the management of the court of wards cannot be transferred. അതായത് ഒരു ടെനൻറ്റിന് മിയർ റൈറ്റ് ഓഫ് ഒക്യുപ്പൻസി മാത്രമാണുള്ളത്, അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അൺട്രാൻസ്ഫറബിൾ ആണ്. അതുപോലെ തന്നെ ഒരു ഫാർമർ ഓഫ് ആൻ എസ്റ്റേറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് പേയിങ് റവന്യൂ ഓർ എ ലെസി ഓഫ് ആൻ എസ്റ്റേറ്റ്, കോർട്ട് ഓഫ് ആർട്സ്, ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്കൊക്കെ മിയർ റൈറ്റ് ഓഫ് എൻജോയ്മെൻറ്റ് മാത്രമാണുള്ളത്, ഓണേഴ്സ് അല്ല. സോ ഇറ്റ് കനോട്ട് ബി ട്രാൻസ്ഫർ. ദെൻ കമ്മിങ് ടു സെക്ഷൻ 7, പേഴ്സൺസ് കോമ്പീറ്റൻറ്റ് ടു ട്രാൻസ്ഫർ. ആരൊക്കെയാണ് ഈ ട്രാൻസ്ഫറിന് കോമ്പീറ്റൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ? സോ ഹി ഷുഡ് ബി ഹാവിങ് ദ ഫോളോയിങ് എലിജിബിലിറ്റി ആസ് പെർ സെക്ഷൻ 11 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഈ സെക്ഷൻ 11 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ സെക്ഷൻ 11 പറയുന്ന അതേ ക്വാളിറ്റീസ് തന്നെയാണ് ഈ പറയുന്ന സെക്ഷൻ 7 കോമ്പീറ്റൻസിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്വാളിറ്റീസ്. സോ ദർ ഷുഡ് ബി ഏജ് ഓഫ് മജോറിറ്റി 18 എബോവ് ആയിരിക്കണം, ഓഫ് സൗണ്ട് മൈൻഡ്, അതായത് ലീഗലി നോക്കുമ്പോൾ ആ പറയുന്ന ആ വ്യക്തി, ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തി ലീഗലി നോക്കുമ്പോൾ സൗണ്ട് മൈൻഡഡ് ആയിരിക്കണം, അൺസൗണ്ട് മൈൻഡ് ആയിരിക്കരുത് എന്നുള്ളൊരു കാര്യമുണ്ട്. നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്റ്റിംഗ് ബൈ എനി ലോ ടു വിച്ച് ഹീ സബ്ജക്റ്റ്, അതായത് ലുനാറ്റിക്കോ അൺസൗണ്ട് മൈൻഡോ ആവരുത്. അതായത് ലോ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നുണ്ട് കുറച്ച് ആൾക്കാരെ, അവർക്ക് ലീഗലി അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വാലിഡ് അല്ല. സോ അങ്ങനെയുള്ളൊരു വ്യക്തി ആയിരിക്കരുത്. സോ ഇത്രയാണ് കോമ്പീറ്റൻറ്റ് പേഴ്സൺസ് ആവാനുള്ള എലിജിബിലിറ്റി. സോ ഹൂ ഈസ് എൻറ്റൈറ്റിൽഡ് ടു പ്രോപ്പർട്ടി, ആരാണ് ഈ പ്രോപ്പർട്ടി എൻറ്റൈറ്റിൽഡ്, ഓണേഴ്സ് എൻറ്റൈറ്റിൽഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ പേഴ്സൺ ഹാവിങ് എ പവർ ഓഫ് അറ്റോർണി ടു ഡിസ്പോസ് ഓഫ് ദ പ്രോപ്പർട്ടി, ഒന്നെങ്കിൽ ഓണർ ആയിരിക്കണം, അതല്ല അയാൾക്ക് ഈ പറയുന്ന ഓണർ ഒരു പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ടുണ്ടായിരിക്കണം, ഇന്ന പോലെ ഈ പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്യാനായിട്ട് ഒരു പവർ ഓഫ് അറ്റോർണി എഴുതി കൊടുത്തിട്ടുണ്ടായിരിക്കണം, ഇന്ന പോലെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ട് റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. So there is a case law, Johari and others versus Mahila alias Draupadi.
The plaintiff was a lunatic and he owned and possessed agricultural land, and his wife, who was managing the affairs of her husband, transferred the agricultural land to the defendant. Later, plaintiff, through his next friend, instituted a suit. It was held that the sale was not enforceable by law and was void, as the suit could not have been transferred by sale because of the protection given by law to a lunatic. സോ ഇൻ ദ കേസ് ഓഫ് ജോഹരി, നിങ്ങൾക്ക് ഈ കേസിൻ്റെ പേര് മറന്നു പോകുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, എക്സ് വേഴ്സസ് വൈ കേസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് നിങ്ങൾക്ക് ഫാക്റ്റ് ഓർമ്മയുണ്ടെങ്കിൽ അത് എഴുതുക. സോ ഇൻ ദിസ് കേസ് ദ പ്ലെയിൻറ്റിഫ് എന്തായിരുന്നു, ലുനാറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, അതായത് ലീഗലി ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ട ഒരു പേഴ്സണാണ്. സോ അദ്ദേഹത്തിൻ്റെ ലാൻഡ്, അഗ്രികൾച്ചറൽ ലാൻഡ് വൈഫ് എന്ത് ചെയ്തു, സെല്ല് ചെയ്തു. സോ ഇങ്ങനെ ഒരു കേസിൽ ഇത് പവർ ഓഫ് അറ്റോർണി വൈഫിന് ഉണ്ടായിരുന്നില്ല, ഷീ വാസ് നോട്ട് ദ ഓണർ. സോ കോർട്ട് എന്താണ് പറഞ്ഞത്, അങ്ങനെ ഒരു കേസിൽ ഇതൊരു വോയിഡാണ്, കാരണം ലോ അത് അനുവദിക്കുന്നില്ല. അദ്ദേഹം ഒരു ലുനാറ്റിക്കാണ്, അപ്പോൾ അദ്ദേഹത്തിനെ യൂസ് ചെയ്ത പോലെ ആവുമല്ലേ, കാരണം അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെയാണ് ഈ ലാൻഡ് വിറ്റിരിക്കുന്നത്, അപ്പോൾ അത് ഇൻവാലിഡാണെന്ന് കോർട്ട് പറഞ്ഞു. സോ ഇത്രയാണ് സെക്ഷൻ 5 നമ്മളിപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ സെക്ഷൻ 5 കണ്ടു, നമ്മളിപ്പോൾ സെക്ഷൻ 6ഉം സെക്ഷൻ 7ഉം കവറപ്പ് ചെയ്തിട്ടുണ്ട്.